بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. فلعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا. ബഹുമാന്യരായ സഹോദരങ്ങളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളൊക്കെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം വഴിപ്പെട്ട് അള്ളാഹുവിനെ വീണ്ടും വണ്ണം സൂക്ഷിച്ച് മുത്തഖികളായി ജീവിക്കാനും മരിക്കാനും എല്ലാ സമയത്തും നമ്മൾ പരമാവധി ജാഗ്രത പുലർത്തണം, നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണം. അള്ളാഹു നമ്മളെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു റബീഉൽ അവ്വൽ കൂടി സമാഗതമായി. ഒരു നേതാവ്, ഒരധ്യാപകൻ, ഒരു മാതൃകാ പുരുഷൻ എങ്ങനെയാണ് തൻ്റെ അനുയായികളോട്, തൻ്റെ സുഹൃത്തുക്കളോട് പെരുമാറേണ്ടത് എന്നതിന് ഏറ്റവും മികച്ച ഉദാഹരണങ്ങൾ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം എക്കാലത്തേക്കും അത്ഭുതകരമായ രൂപത്തിൽ അവശേഷിപ്പിച്ച് കടന്നുപോയ മഹാനായിരുന്നു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരണം എന്നൊക്കെ
പരിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ആവർത്തിച്ച് ഉണർത്തിയ കാര്യമാണ്. എത്രയാണ്, എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, നിങ്ങളിൽ ഒരാളുടെയും ഈമാൻ തന്നെ ശരിയാവുകയില്ല, പൂർണ്ണമാവുകയില്ല. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെക്കാൾ, നമ്മുടെ മാതാപിതാക്കളെക്കാൾ, നമ്മുടെ മക്കളെക്കാൾ നമുക്ക് പ്രിയപ്പെട്ടതായി ലോകത്ത് എന്തെല്ലാമുണ്ടോ അതിനേക്കാളെല്ലാം കൂടുതലായി ഞാൻ നിങ്ങളുടെ ഇഷ്ടക്കാരനാകുവോളം ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ ആരുടെയും ഈമാൻ തന്നെ പൂർണ്ണമാവില്ല എന്നാണ് പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നിർബന്ധമാക്കിയതും ഈമാനിനോട് ചേർത്ത് പറഞ്ഞതുമായ കാര്യമാണ്. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ സ്നേഹിക്കപ്പെടണം എന്ന് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പറഞ്ഞത് എന്നിടത്താണ് സത്യത്തിൽ നമ്മുടെ ചിന്ത എത്തേണ്ടത്. ഒരുപാട് ചരിത്ര പുരുഷന്മാരും അല്ലാത്തവരുമായി നാടും രാജ്യങ്ങളും ചില സമയങ്ങളിലൊക്കെ ലോകം തന്നെ അടക്കി ഭരിച്ചവർ കടന്നുപോയിട്ടുണ്ട്. പ്രാചീന കാലത്ത് റോമാ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ അധിപതികളും പിൽക്കാലത്ത് ആധുനിക കാലത്ത് മറ്റു പല രാജ്യങ്ങളുടെ ഭരണാധികാരികളും പല വിധത്തിൽ ലോകത്തെ മുഴുവൻ സ്വാധീനിച്ച ആളുകളുമൊക്കെ കടന്നുപോയിട്ടുണ്ട്. അവർക്കൊന്നുമില്ലാത്ത ചില പ്രത്യേകതകൾ, അല്ലെങ്കിൽ അവരിൽ പലരും മാതൃകയാക്കിയ മഹനീയമായ വ്യക്തിത്വ വിശേഷങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് മാത്രമായിരുന്നു എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹിക്കപ്പെടണം എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. എത്രമാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുയായികളെ സ്നേഹിച്ചത്, തൻ്റെ നാട്ടുകാരെ സ്നേഹിച്ചത് എന്നത് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ അതാരിഹിം ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീദി അസഫാ എന്നാണ്. സൂറത്ത് അൽ കഹ്ഫിന്റെ നമ്മൾ ഇന്ന് പലതവണ പാരായണം ചെയ്ത അൽ കഹ്ഫ് സൂറത്തിന്റെ 6-ാമത്തെ വചനം ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ അതാരിഹിം ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീദി അസഫാ. തൻ്റെ നാട്ടുകാർ, കുടുംബക്കാർ, സ്വന്തക്കാർ, കൂട്ടുകാർ, ശത്രുക്കളാണെങ്കിൽ പോലും അവർ താൻ ഉൾക്കൊള്ളുന്ന, താൻ പ്രചരിപ്പിക്കുന്ന സത്യസന്ധമായ ആദർശം, വിശ്വാസം, തൗഹീദ് അംഗീകരിക്കാത്തതിൻ്റെ പേരിൽ അവരുടെ പരലോകം നഷ്ടപ്പെടുമല്ലോ എന്ന സങ്കടത്താൽ, അവർ നരകാവകാശികളാകുമല്ലോ എന്ന സങ്കടത്താൽ ആത്മഹത്യ, മരണപ്പെടുന്ന ഒരവസ്ഥ വരെ, ദുഃഖം കൊണ്ട്, സങ്കടം കൊണ്ട് മരണപ്പെടാനായ ഒരവസ്ഥ വരെ അങ്ങേക്കുണ്ടായിരിക്കുന്നു എന്ന് മറ്റൊരു നേതാവിനുമില്ലാത്ത യോഗ്യതയായി തൻ്റെ ശത്രുക്കളെക്കുറിച്ച്, നാട്ടുകാരെക്കുറിച്ച്, കുടുംബക്കാരെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെച്ചു പുലർത്തിയിരുന്നു. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആതാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീദി അസഫ. താങ്കൾ ഈ പറയുന്ന കലിമത്ത് തൗഹീദ് അതിൻ്റെ ശുദ്ധമായ അർത്ഥത്തിൽ അംഗീകരിക്കാത്തതിനാൽ, താങ്കളുടെ പ്രവാചകത്വം അംഗീകരിക്കാത്തതിനാൽ, ആർക്കാണെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്ന് വെക്കുന്നതിന് പകരം പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നു, ഇനി അവരായി അവരുടെ പാടായി എന്ന നമ്മുടെ കാഴ്ചപ്പാടുകൾക്കപ്പുറം തൻ്റെ നാട്ടുകാരും കുടുംബക്കാരും മറ്റുള്ളവരും പരലോകത്ത് നഷ്ടക്കാരായി, കഷ്ടപ്പെടുന്നവരായി തീരുമല്ലോ എന്ന് സങ്കടം വെച്ചു പുലർത്തിയ ഒരു നേതാവ്, അതായിരുന്നു മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ആദർശ മേഖലയിൽ മാത്രമല്ല, സ്വന്തം അനുയായി വൃന്ദത്തോട് അവരുടെ ആരാധനകളിൽ പോലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃപ, സ്നേഹം, വാത്സല്യം, ദയ, അനുകമ്പയൊക്കെ വഴിഞ്ഞൊഴുകുന്നതായി പരിശുദ്ധ ഹദീസുകളിൽ വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വചനം നമുക്കറിയാം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാ, ഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി ലാ അദ്ഖുലു ഫി സ്വലാത്തി ഫഉരീദു ഇത്വാലതഹ. ഞാനൊന്ന് ദീർഘമായി നമസ്കരിക്കണം എന്ന് വിചാരിച്ച് ജമാഅത്ത് നമസ്കാരത്തിന് തക്ബീർ ചൊല്ലി ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങും. ഉരീദു ഇത്വാലതഹ, ഒന്ന് ദീർഘമായി നമസ്കരിക്കാനുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ അതിന് നിൽക്കാറുള്ളത്. അതിനിടയിലാണ് ഫഅസ്മഉ ബുകാ അസ്സബി, ജമാഅത്തിനിടയിൽ കുട്ടികൾ ചിലപ്പോൾ കരയുന്ന ശബ്ദം ഞാൻ കേൾക്കാറുണ്ട്. അങ്ങനെ കേൾക്കുമ്പോൾ ഫഅതജവ്വസു, ഞാൻ എൻ്റെ നമസ്കാരം ചുരുക്കും. ഖുർആൻ പാരായണം, അതിൻ്റെ എണ്ണം, ആയത്തുകളുടെ എണ്ണം ചുരുക്കും. പാരായണം ചെയ്യുന്ന ആയത്തുകൾ തന്നെ വളരെ വേഗത്തിൽ പാരായണം ചെയ്തുകൊണ്ട് ആ നമസ്കാരം എത്രമാത്രം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ഞാനത് അവസാനിപ്പിക്കും. എന്താ കാരണം എന്നറിയോ? മിമ്മാ അഅലമു മിൻ സിദ്ദതി വിജിദി ഉമ്മിഹി മിൻ ബുകാഇഹി, ആ കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്ന ആ ഉമ്മയുടെ മനസ്സിനുണ്ടാകുന്ന വേദന, ആ ഉമ്മയുടെ മനസ്സ് അതനുഭവിക്കുന്ന പ്രയാസം എനിക്കറിയാം. ആ ഉമ്മയ്ക്ക് പ്രയാസമുണ്ടാവരുത്, ആ കുട്ടിക്ക് പ്രയാസമുണ്ടാവരുത് എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ നമസ്കാരം പോലും ചുരുക്കാറുണ്ട് എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമസ്കരിക്കാനിരിക്കുമ്പോ പേരക്കുട്ടികൾ കൂടെ പോകാൻ വാശി പിടിച്ച് കരഞ്ഞാൽ പേരക്കുട്ടികളെ കൂടെ കൊണ്ടുപോവുകയും ചിലപ്പോഴൊക്കെ പേരക്കുട്ടികളെ ഒക്കത്ത് വെച്ച് നമസ്കരിക്കുകയും ചെയ്തിരുന്നു മഹാനവറുകൾ എന്ന് പരിശുദ്ധ ഹദീസുകൾ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. പേരക്കുട്ടികളെ ഉമാമ ബിൻത്ത് സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ മകൾ ഉമാമ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചുമലിൽ ഒക്കത്ത് വെച്ച് നമസ്കരിച്ചിരുന്നു എന്നും ഒക്കത്ത് വെച്ച് സുജൂദിലേക്ക് പോകുമ്പോൾ നിലത്ത് വെച്ചാൽ കുട്ടി ചുമലിൽ കയറി ഇരിക്കാറുണ്ടായിരുന്നു എന്നും കുട്ടിക്ക് വിഷമമുണ്ടാവരുത് എന്ന് വിചാരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ദീർഘിപ്പിക്കാറുണ്ടായിരുന്നു എന്നും, എന്നിട്ടും ആ കുഞ്ഞ് ഇറങ്ങിപ്പോയിട്ടില്ലെങ്കിൽ കുഞ്ഞിനെ ചുമലിൽ തന്നെ വെച്ചുകൊണ്ട് ഒരു കൈ കൊണ്ട് കുഞ്ഞിനെ പിടിച്ച് സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് നമസ്കാരം തുടരുമായിരുന്നു എന്നുമൊക്കെ കാണുന്ന ഒരു വല്യപ്പ, ഒരു ഗുരുവര്യൻ, ഒരു മാതൃകാ മനീഷി ദുനിയാവ് വേറെ കണ്ടിട്ടില്ല എന്നതാണ് സത്യം. ദുനിയാവിൽ ഇങ്ങനെ ഒരു വല്യപ്പ, ദുനിയാവിൽ ഇങ്ങനെ ഒരു വാപ്പ, ദുനിയാവിൽ ഇങ്ങനെ ഒരു നേതാവ്, ദുനിയാവിൽ ഇങ്ങനെ ഒരു ഗുരുവര്യൻ വേറെ ഉണ്ടായിട്ടില്ല, ഇനിയിട്ടുണ്ടാകാനും പോകുന്നില്ല. നോക്കൂ നിങ്ങൾ, 10 മക്കളുള്ള ഒരു അഅറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ നബിയുടെ പേരക്കുട്ടി നബിയുടെ മടിയിൽ കയറി വന്നു. നബിയുടെ പേരക്കുട്ടി അഖറ ഇബ്നു ഹാബിസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് സ്വന്തം പേരക്കുട്ടി കയറി വന്നപ്പോ പേരക്കുട്ടിയെ കടന്നു പിടിച്ച് വാരിയെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുരുതിരെ ഉമ്മ വെച്ചു. അത് കണ്ട അഖറ ഇബ്നു ഹാബിസിന് ഒരു വല്ലായ്മ. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, അതുഖബ്ബിലു യാ റസൂലല്ലാഹ്, അയ്യയ്യ എന്താ ഈ ചെയ്യണത്, നിങ്ങൾ നബിയെ മക്കളെ പിടിച്ചിട്ടൊക്കെ ഉമ്മ വക്കല എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മുഖം പൊത്തി ചോദിച്ചു, അതെന്താ അങ്ങനെ ചോദിക്കണം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്നലിയും 10 മക്കളുണ്ട് എനിക്ക്, മാ ഖബ്ബൽതു വഹദാ, ഇന്നോളം ഞാനൊരു ഒറ്റ ആളെയും മുത്തിയിട്ടില്ല, ഉമ്മ വെച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു മോശത്തരാണ്, ഇതൊക്കെ ഒരു പോരായ്മയാണ് എന്ന് പറഞ്ഞ അഖറ ഇബ്നു ഹാബിസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ അംലിക്കു ഇൻകാനല്ലാഹു
അല്ലാഹു നസാമിൻകുമുർ റഹ്മ, അള്ളാഹു നിങ്ങളുടെ മനസ്സിൽ നിന്ന് കാരുണ്യം എടുത്തു മാറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ എന്ത് ചെയ്യാനാണ്? ഇങ്ങനെ ഒരു വല്യപ്പ നിങ്ങൾ എവിടെയെങ്കിലും നമ്മള് മുസ്ലിം ലോകത്തിൽ പരിചയമുണ്ടോ എന്ന് നോക്കാണേ. അത് കുടുംബത്തോടാണെങ്കിലും മറ്റുള്ളവരോടാണെങ്കിലും അടിമകളെക്കുറിച്ച് വേലക്കാരെക്കുറിച്ച് ഒക്കെ ഉണ്ടാകേണ്ടത് പെരുമാറ്റ മര്യാദകൾ പഠിപ്പിക്കുന്നിടത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം, അടിമകളോടുള്ള സ്നേഹം അങ്ങനെ നിറഞ്ഞു കവിയുന്നത് നമുക്ക് വായിക്കാൻ കഴിയും. ഫമൻകാന അഖൂഹു തഹത യദിഹി, ആർക്കെങ്കിലും ഒരു ബാല്യക്കാരൻ വീട്ടിലുണ്ട്, ഒരു വേലക്കാരനോ വേലക്കാരിയോ ഉണ്ട്, അടിമയാവട്ടെ അല്ലാത്തതാവട്ടെ, നമ്മുടെ പലരുടെയും വീടുകളിൽ അതുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ താൻ കഴിക്കുന്ന ഭക്ഷണം, ഉടമസ്ഥൻ കഴിക്കുന്ന ഭക്ഷണം തന്നെ അടുത്തിരുത്തി ആ ബാല്യക്കാരനും കൊടുക്കണം. രണ്ടുപേരും ഒരുമിച്ചിരുന്നു കഴിക്കണം. നമ്മൾ ധരിക്കുന്ന അതേ യോഗ്യതയുള്ള വസ്ത്രം നമ്മുടെ വീട്ടിലെ വേലക്കാർക്കും നൽകണം. വലാ തുകല്ലിഫൂഹും മാ യഗ്ലിബുഹും, അവർക്ക് കഴിയാത്ത ജോലികളൊന്നും അവരെ കൊണ്ട് കഷ്ടപ്പെടുത്തി ബുദ്ധിമുട്ടി ചെയ്യിപ്പിക്കരുത്. വഇൻ തുകല്ലിഫൂഹും, ഇനി അങ്ങനെ ഒരു നിർബന്ധിതാവസ്ഥ വന്നാൽ ഫഅഇനൂഹും, ആ പണിയെടുത്ത് തീർക്കാൻ നിങ്ങൾ കൂടി സഹകരിക്കണം, സഹായിക്കണം എന്ന് പഠിപ്പിച്ച ഒരു നേതാവ്. വീട്ടിലേക്ക് വരുന്ന പണിക്കാരനല്ല, അവൻ നിങ്ങളുടെ അഹാണ് എന്ന വമൻകാന അഖൂഹു തഹത യദിഹീന, നിങ്ങളുടെ സഹോദരനാണവൻ എന്ന് പഠിപ്പിച്ച മറ്റൊരു നേതാവ്. അലാ വസ്തൗസു ബിന്നിസാഇ ഖൈറാ, നിങ്ങളുടെ പെണ്ണുങ്ങൾ അവർ നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും അതാരാണെങ്കിലും ശരി, സ്ത്രീകളോട് വളരെ മാന്യമായി ആദരവോടെ ബഹുമാനത്തോടെ പെരുമാറണമെന്ന് പഠിപ്പിച്ച, അവരോട് കൃപ കാണിച്ച ഒരു നേതാവ്. നോക്ക് നിങ്ങൾ, സത്യവിശ്വാസികളോട് മുഴുവനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കുന്ന കൃപ ഒറ്റ വാക്കിൽ നബി തന്നെ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ഇന്നഹു ലം യകുൻ നബിയ്യുൻ ഇല്ലാ വലഹു ദഅവ. ഓരോ പ്രവാചകന്മാർക്കും അല്ലാഹു അപ്പപ്പോൾ ഉത്തരം നൽകാനുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് അവസരം നൽകിയിരുന്നു. വല്ലാത്തൊരു ഹദീസാണത്. ഇന്നഹു ലം യകുൻ നബിയ്യുൻ ഇല്ലാ വലഹു ദഅവത മുസ്തജാബ. വിളിക്കുമ്പോൾ തന്നെ അപ്പപ്പോൾ ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥന ജീവിതത്തിൽ നടത്താനുള്ള അനുവാദവും അവകാശവും എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു നൽകിയിരുന്നു. ആ പ്രവാചകന്മാരെല്ലാം അവരവരുടെ ജീവിതകാലത്ത് തന്നെ സമുദായത്തിനു വേണ്ടി, അനുയായികൾക്കു വേണ്ടി ആ പ്രാർത്ഥന നിർവഹിക്കുകയും അവർക്കെല്ലാം അതിന്റെ ഗുണം അപ്പോൾ തന്നെ കിട്ടുകയും ചെയ്തു. പക്ഷേ അവരെല്ലാം ദുനിയാവിൽ തന്നെ അത് വിനിയോഗിക്കുകയുണ്ടായി. എന്നാൽ ഞാനാവട്ടെ എന്റെ സമുദായം ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി കഷ്ടപ്പാടില്ലാതെ മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയാം. എന്റെ സമുദായത്തിന് യാതൊരു നിവൃത്തിയുമില്ലാത്ത ഒരു പരലോകം വരാനിരിക്കുന്നുണ്ട്. അവിടെ അവരുടെ രക്ഷയ്ക്കു വേണ്ടിയുള്ള ശുപാർശയ്ക്കു വേണ്ടി ഞാൻ എൻ്റെ പ്രാർത്ഥന പരലോകത്തേക്ക് ആ അവസരം മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പഠിപ്പിച്ച മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ സ്നേഹിക്കേണ്ടതല്ലേ? ജീവിതത്തിൽ ശിർക്ക് ചെയ്യാത്ത എല്ലാ മുസൽമാന്മാർക്കും ആ പ്രാർത്ഥനയുടെ ഗുണം ലഭിക്കുമെന്ന് മുൻകൂട്ടി നമുക്ക് സന്തോഷ വാർത്ത നൽകിയ, നമുക്ക് വേണ്ടി ജീവിച്ച, നമ്മുടെ ദുനിയാവിന്റെ നന്മക്ക് വേണ്ടി ജീവിച്ചവയലാഴ്വാൻകും ഈസുറഹും വല്ലഗ്ലാലല്ലത്തി കാനത്ത് അലൈഹിം എന്നാണ് സൂറത്ത് അഅറാഫിൽ 157 ആയത്തിലുള്ളത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനായത് വയലഅൻഹും മിസ്റഹും, വിശ്വാസി സമൂഹത്തിന്റെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഇല്ലാതാക്കാനും വല്ലഗ്ലാലല്ലത്തി കാനത്ത് അലൈഹിം, അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളിൽ നിന്നും അവരെ രക്ഷിച്ചെടുക്കാനും വേണ്ടിയാണ്. അതിനുമപ്പുറം അവരുടെ പരലോകം കൂടി മുൻകൂട്ടി കണ്ട് തനിക്കുള്ള ഒരേ ഒരവസരം അതിനുവേണ്ടി മാറ്റിവെച്ച ഒരു മുത്ത്, ഒരു നേതാവ്, ഒരു ഗുരുവര്യൻ നമുക്ക് വേറെ ഇല്ല. പ്രിയപ്പെട്ടവരെ, നമുക്കല്ല, ലോകത്തിന് അങ്ങനെ ഒരാളെ പരിചയപ്പെടുത്താനില്ല.
സർവ സത്യവിശ്വാസികളോടും അവിടുന്ന് കാണിച്ച കൃപയെ അള്ളാഹു പിന്നെ പറഞ്ഞത് വഖ്ഫിദ് ജനാഹക ലിമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ എന്നാണ്. മുഅ്മിനീങ്ങളോട് എപ്പോഴും താങ്കൾ കൃപയുള്ളവനായിരിക്കണം, കരുണയുള്ളവനായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ആ കൽപ്പന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാലിക്കുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാകും. അഞ്ചു നേരവും അല്ല ഒളു എടുക്കുമ്പോഴെല്ലാം, അതല്ല നമസ്കരിക്കുമ്പോഴെല്ലാം പല്ല് തേക്കണമെന്ന് നിർദ്ദേശിച്ച ആ ഹദീസ് വായിക്കുമ്പോ അതിന്റെ ആദ്യം കാണും ലൗലാ നശുക്ക അലാ ഉമ്മത്തി, എന്റെ സമുദായത്തിന് ബുദ്ധിമുട്ടാകുമെന്നതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. എന്റെ സമുദായത്തെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് താല്പര്യമില്ല, അതെനിക്ക് സഹിക്കുകയില്ല. അല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു, 5 നേരവും എല്ലാ നേരവും നമസ്കരിക്കുമ്പോൾ നിങ്ങൾ പല്ലു തേക്കൽ നിങ്ങൾക്ക് നിർബന്ധമാണെന്ന് ഞാൻ പറയുമായിരുന്നു. പക്ഷേ അത് നിങ്ങൾക്ക് താങ്ങൂല എന്ന് വിചാരിച്ചിട്ട് ഞാനത് പറയുന്നില്ല എന്ന് പറഞ്ഞ ഒരു മഹാമനീഷി വേറെയുണ്ടോ എന്ന് നോക്കാണ് നിങ്ങൾ. 3 ദിവസം തറാവീഹ് നമസ്കാരം ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നു. പള്ളി നിറഞ്ഞു കവിഞ്ഞ് പള്ളിയുടെ മുറ്റത്ത് ആൾക്കൂട്ടം വന്ന് നിറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് വരുന്നില്ല. അന്ന് രാത്രിയിൽ ഒറ്റക്ക് വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നു. രാവിലെ ആൾക്കൂട്ടം വന്ന് ചോദിക്കുന്നു, താങ്കൾ എന്താണ് ഇന്നലെ രാത്രിയിൽ ആ നമസ്കാരം ഞങ്ങളുമായി നമസ്കരിക്കാത്തത് എന്ന ചോദ്യത്തിന് കൊടുത്ത മറുപടി, വലം യംനഇനി മിനൽ ഖുറൂജി ഇലൈക്കും, ഒരു തടസ്സവും എനിക്കുണ്ടായിരുന്നില്ല. നിങ്ങളുടെ കൂടെ വന്ന് നിങ്ങൾക്ക് ഇമാമായി നമസ്കരിക്കാൻ എനിക്ക് ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല. എന്തല്ലാതെ ഇല്ലാ ഖശീതു അൻ തുഫ്റദ അലൈക്കും, പടച്ചോനെ അതെങ്ങാനും നിങ്ങൾക്ക് ഫറലായാലോ എന്ന് ഞാൻ പേടിച്ചുപോയി. അത് ഫറലായാൽ നിങ്ങൾക്കത് നടത്താൻ കഴിയില്ല എന്നെനിക്കറിയാം. ഫറലാവാതിരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ അത് അത് നിങ്ങളോടൊപ്പം ജമാഅത്തായിട്ട് വരാതിരുന്നത് എന്ന് നമ്മളോട് കൃപ കാണിച്ച ഒരു നേതാവിനെ വേറെ കാണാൻ കഴിയുമോ നമുക്ക്? നോക്കൂ നിങ്ങൾ, ഇനിയുമില്ല. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയുടെ 118-ാമത്തെ ആയത്തിൽ ഈസാ അലൈഹിസ്സലാമിന്റെ ഒരു പ്രാർത്ഥന കൊടുക്കുന്നുണ്ട്. ഇൻ തുഅദിബുഹും ഫഇന്നഹും ഇബാദുക വഇൻ തഗ്ഫിർ ലഹും ഫഇന്നക അൻതൽ അസീസുൽ ഹകീം എന്ന് ഈസാ അലൈഹിസ്സലാം നടത്തുന്ന ഒരു പ്രാർത്ഥന. പടച്ചവനെ, നീ സമുദായത്തിന് മാപ്പ് കൊടുക്കുകയാണെങ്കിൽ നീ എന്തിനും കഴിവുള്ളവനാണല്ലോ. അല്ല, നീ ഇവരെ ശിക്ഷിക്കുകയാണെങ്കിലും നീ അതിന് അർഹതയുള്ളവനും ഇവരത് വാങ്ങാൻ അർഹതയുള്ളവനുമായിരിക്കും എന്ന ആ ആയത്തിനെ കുറിച്ച് അബൂദറുൽ ഗിഫാർ റളിയല്ലാഹു അൻഹു പറയും, സ്വല്ലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്ത ലൈല, ഒരു രാത്രി നമസ്കരിക്കുന്നു. അവിടുന്ന് ഫഖറഅ ബി ആയത്തിൻ ഹത്താ അസ്ബഹ, ആ ആയത്ത് എല്ലാ റക്അത്തിലും മാത്രമല്ല സുജൂദിലും റുകൂഇലും വരെ, യർകഉ ബിഹാ വയസ്ജുദു ബിഹാ, റുകൂഇലും സുജൂദിലും വരെ ആ ആയത്ത് അങ്ങനെ ആവർത്തിച്ച് നേരം വെളുക്കുന്നത് വരെ ഓതി. ഫലമ്മ അസ്ബഹ, അങ്ങനെ സുബഹി ബാങ്ക് വിളിച്ചപ്പോ നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ ഞാൻ ചോദിച്ചു എന്ന് അബൂദർ റളിയല്ലാഹു അൻഹു പറയാ, യാ റസൂലല്ലാഹ് മാ സിൽത തഖറഉ ഹാദിഹിൽ ആയ ഹത്താ അസ്ബഹത തർകഉ ബിഹാ വതസ്ജുദു ബിഹാ, ഒരു കാലത്തും കാണാത്ത ഒരു സംഗതിയാണല്ലോ നബി ഇന്നലെ കണ്ടത്. ആ ഒരു ആയത്ത് മാത്രം എല്ലാ റക്അത്തിലും ചൊല്ലിയത്, ഓതിക്കൊണ്ടേയിരുന്നത് എന്തിനാണ് നബിയെ? എന്തായിരുന്നു അങ്ങനെ ചെയ്യാൻ കാരണം എന്ന ചോദ്യത്തിന് മറുപടി എന്താ അറിയോ? ഇന്നി സഅൽതു റബ്ബി അസ്സ വജല്ല അസ്സഫാഅത ലിഉമ്മതി, ആ ആയത്താണ് എന്റെ സമുദായത്തിന് പരലോക ഗുണം ലഭിക്കുവാൻ വേണ്ടി എനിക്ക് ശുപാർശക്ക് അനുവാദം തരണം എന്ന് ഞാൻ ഉപയോഗിക്കുകയായിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇന്നി സഅൽതു റബ്ബി അസ്സ വജൽ, ഞാൻ എന്റെ റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരുന്നു അസ്സഫാഅത ലിഉമ്മതി, എന്റെ സമുദായത്തിന് ശുപാർശ പറയാൻ എനിക്ക് അവകാശം അർഹത വേണം. ഫഅഅതാനിഹാ, എനിക്കത് കിട്ടി. സുബ്ഹാനല്ലാഹ്, എനിക്കത് കിട്ടി. വഹിയനായിലത്തുൻ ഇൻഷാ അല്ലാഹ് യൗമൽ ഖിയാമ, ഈ ഖിയാമത്ത് നാളിൽ അത് എന്റെ സമുദായത്തിന് ഗുണകരമാകും. സ്വന്തത്തിന് ഗുണകരമാകാൻ വേണ്ടിയല്ല മുഅ്മിനീങ്ങളെ,
സ്വന്തത്തിന് ഗുണകരമാവാൻ വേണ്ടിയല്ല, നമുക്ക് ഗുണകരമാവാൻ വേണ്ടി നമ്മുടെ നേതാവ് നേരം വെളുക്കുന്നത് വരെ നിലവിളിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നത് നമ്മൾ പഠിക്കേണ്ടതില്ലേ? ഈ മേഖലകളിൽ മാത്രമല്ല, നോക്കൂ നിങ്ങൾ, ആ കൃപ നമ്മളിലേക്ക് ഇറങ്ങി വരുന്നത്, നമ്മുടെ നിത്യജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന ചില മേഖലകൾ കണ്ടോളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യതനഫസ ഫിൽ ഇനാഇ ഔ യൻഫുഖ, കുടിക്കുന്ന വെള്ളത്തിലേക്ക് ശ്വാസം വിടരുത് എന്ന് പഠിപ്പിച്ചു. ആധുനിക ലോകത്തിന്റെ ശാസ്ത്രീയ കാഴ്ചപ്പാടല്ല. കുടിക്കുന്ന വെള്ളത്തിലേക്ക് ശ്വാസം വിടുകയോ ഔ അയ്യംഫുഖ, ഊതുകയോ ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന രോഗാണു സംക്രമണത്തിന്, രോഗബാധക്ക് കാരണമാവാതിരിക്കാനുള്ള മുൻകൂട്ടിയുള്ള നമുക്കുള്ള ഉപദേശം ചെയ്യരുത് നിങ്ങള്, അത് അപകട സാധ്യതയുണ്ടാക്കും എന്ന് പഠിപ്പിക്കാൻ ഒരു നേതാവ് വന്നു എന്നത്, അത് മതകീയമായ അടിസ്ഥാനത്തിൽ സുന്നത്തായി പുണ്യകരമായ പ്രവർത്തനമായി പഠിപ്പിച്ചു എന്നത് നമ്മൾ ആ മഹാന് സ്നേഹിക്കണമോ വേണ്ടയോ എന്നത് നമ്മളെ കൊണ്ട് ആലോചിപ്പിക്കേണ്ടുന്ന വിഷയമാണ്. അടുത്ത റിപ്പോർട്ടിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയും, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അനി ശുർബി മിൻ ഫീ അസ്സിഖാഇ, കുടിവെള്ള പാത്രത്തിന്റെ, അടച്ചുവെച്ച പാത്രത്തിന്റെ പുറംമൂടി ഒന്ന് തുറന്ന് അതിനുള്ളിലേക്കൊന്ന് നോക്കാതെ അതങ്ങനെ തന്നെ എടുത്തിട്ട് ജഗ്ഗാണെങ്കിലും ശരി എന്താണെങ്കിലും ശരി അതിന് നേരെ വെള്ളം കുടിക്കരുത്. അതിനുള്ളിൽ വല്ല പഴുതാരയോ മറ്റു ജീവികളോ പ്രാണികളോ ഉണ്ടായേക്കാം. അത് നേരെ വായിലേക്ക് ഇറങ്ങിപ്പോയി പ്രയാസങ്ങൾ ഉണ്ടാക്കിയേക്കാം, രോഗമുണ്ടാക്കിയേക്കാം, അപകടമുണ്ടാക്കിയേക്കാം എന്ന മുന്നറിയിപ്പ് 14 നൂറ്റാണ്ട് മുമ്പ് ഖിയാമത്ത് നാളോളമുള്ള തന്റെ അനുയായികൾക്ക് നൽകാൻ സന്മനസ് കാണിച്ച, വാത്സല്യം കാണിച്ച ഒരു നേതാവിനെ നമ്മൾ സ്നേഹിക്കണമോ വേണ്ടയോ? അവിടെയും നിന്നില്ല. നോക്കൂ നിങ്ങള്, അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അനി ശുർബി മിൻ സുൽമത്തിൽ ഖദഹ്, പൊട്ടിയ വക്കുപൊട്ടിയ പാത്രത്തിന്റെ പൊട്ടിയ വക്കിലൂടെ വെള്ളം കുടിക്കരുത്. വക്കുപൊട്ടിയ പാത്രത്തിന്റെ പൊട്ടിയ വക്കിൽ വായ് വെച്ച് വെള്ളം കുടിക്കരുത് എന്ന് പറയാൻ ഒരു നബി വരിക എന്നത് നമ്മുടെ അന്തസ്സുള്ള, നമുക്ക് അഭിമാനമുള്ളതാണോ, നമുക്ക് ആദരവ് തോന്നുന്നതാണോ എന്നത് മുഅ്മിനീങ്ങൾ പഠിച്ചു വെക്കുക. അവിടെയും നിന്നില്ലാതെ നോക്കു നിങ്ങള്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മൻ ബാത വഫി യദിഹി ഉംറത്തുൻ ലം യഗ്സിൽഹു, ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണാവശിഷ്ടങ്ങൾ വല്ലതും കയ്യിലോ വായിലോ ചുണ്ടിലോ ചെറിയിലോ വെച്ച് കഴുകാതെ ഉറങ്ങിയാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട്, എന്തെങ്കിലും ഉപദ്രവമുണ്ടായാൽ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സ, പിന്നെ ആരെയും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവൂല കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറയാൻ വരുന്നത് ആരാണ്? ഉമ്മ മക്കളോട് പറയുന്നത് പോലെ, വാപ്പ മക്കളോട് പറയുന്നത് പോലെ, വല്യപ്പയും വല്യമ്മയും പേരക്കുട്ടികളോട് പറയുന്നത് പോലെ പറയാൻ വന്ന ഒരു മഹാനേതാവ്. നമ്മുടെ ദുനിയാവിലെ നിസ്സാര കാര്യങ്ങളിൽ വരെ ആ ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടായിട്ടുണ്ട് എന്നർത്ഥം. ഇനി നോക്കൂ നിങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയും, ഇദാ ആവായില ഫിറാശിഹി, കിടന്നുറങ്ങാൻ പോകുമ്പോ ഫൽയംഫുദ് ഫിറാശഹു ബിദാഖിലിഹി, ആ വിരിപ്പൊന്ന് ബെഡ്ഷീറ്റ് ഒന്ന് തട്ടിക്കൊട്ടണം. സുബ്ഹാനല്ലാഹ്, ആരാത് പറയണ നോക്കാണി, ആ വിരിപ്പൊന്ന് തട്ടിക്കൊട്ടണം. എന്താ കാരണം എന്നറിയങ്ങള്, നിങ്ങളങ്ങോട്ട് എഴുന്നേറ്റ് പോന്നതിന് ശേഷം അതിനുള്ളിൽ വല്ല പഴുതാരെ തേളോ എന്തൊക്കെ കയറിക്കിടന്നിരിക്കണമെന്ന് ആർക്കും അറിയില്ലല്ലോ, അതുകൊണ്ട് അതൊന്നെടുത്ത് തട്ടിക്കൊട്ടിക്കളയും എന്ന് പറയുന്ന ഒരു നേതാവ് ദുനിയാവിൽ ഏത് മതവിശ്വാസത്തിലാണുള്ളത്? ഏത് ആദർശ രംഗത്താണുള്ളത്? ഏത് സംഘടനാ രംഗത്താണുള്ളത്? ഇത്രയും മഹാനായ, ഇത്രയും സ്നേഹലോലുപനായ, ഇത്രയും വാത്സല്യനിധിയായ, ദയാപരനായ ഒരു നേതാവ് എവിടെ കിട്ടും പ്രിയപ്പെട്ടവരെ? കഴിഞ്ഞില്ല. നോക്കൂ നിങ്ങള്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഖമ്മിറു അൽ ആനിയ, വൈകുന്നേരം കിടക്കാനിരിക്കുമ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പാത്രങ്ങളൊക്കെ, ഭക്ഷണപാത്രങ്ങളൊക്കെ ഒന്ന് മൂടി വെക്കണം.
വഅജീഫുൽ അബ്വാബ, വാതിലടച്ച് കിടന്നുറങ്ങണം. വഅത്ഫിഉൽ മസ്വാബിഹ, വിളക്കൂതി വിളക്ക് കെടുത്തി കിടന്നുറങ്ങണം. എന്നിട്ട് അതിന് പറഞ്ഞെന്തറിയോ? ഫഇന്നൽ ഫുവൈസികത റുബ്ബമാ ജറത്തിൽ ഫതീല ഫഅഹറഖത് അഹ്ലൽ ബൈത്ത്. അല്ലെങ്കിൽ പഴയ ചിമ്മിനി വിളക്കിന്റെ കാലക്കാർക്കൊക്കെ അറിയാലോ. അല്ലെങ്കിൽ വല്ല എലി കുഞ്ഞനെലിയും വന്നിട്ട് ആ വിളക്ക് തട്ടിമറിച്ചിട്ട് പെര തന്നെ കത്തിപ്പോയേക്കാം. അതുകൊണ്ട് അതൊന്ന് ഷോർട്ട് സർക്യൂട്ടൊക്കെ ആലോചിച്ചിട്ടൊന്ന് വെച്ചാൽ മതി അല്ലേ. അതൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് സുരക്ഷിതമായിട്ട് വേണം നിങ്ങൾ കിടന്നിറങ്ങാൻ. ഔക്കു വലസ്കിയ, വെള്ളപ്പാത്രം മൂടി വെക്കണം. വഅഖ്ഫിതു സുബിയാനക്കും അനിൽ ഇശാഇ, രാത്രിയിൽ മക്കൾ പുറത്തിറങ്ങാതെ നോക്കണം. എല്ലാ തരത്തിലുമുള്ള സുരക്ഷിതത്വ മുന്നറിയിപ്പുകൾ നൽകിയ ഒരു മഹാനബറുകൾ. എന്താണ് കാരണമെന്നോ ഖുർആൻ പറഞ്ഞത്, ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും. നിങ്ങൾക്കിടയിൽ നിന്ന് ഒരു പ്രവാചകനെ നാം നിയോഗിച്ചത്, ആ പ്രവാചകന്റെ യോഗ്യത അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്കൊരു നേരിയ വിഷമമുണ്ടാകുന്നത് പോലും സഹിക്കാൻ കഴിയാത്ത മനസ്സുള്ളവൻ. ഹരീസുൻ അലൈക്കും, നിങ്ങൾക്ക് നന്മ മാത്രം വരണമെന്ന് അത്യാഗ്രഹമുള്ള ഒരു പ്രവാചകൻ. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് ഏറെ വാത്സല്യവും ഏറെ കാരുണ്യവുമുള്ള ഒരു മഹാനവറുകൾ. റബീഉൽ അവ്വൽ പറഞ്ഞെന്താ വെച്ചാൽ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ പഠിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ നേതാവാരാണ്, നമ്മുടെ മാതൃകയാരാണ്, നമ്മൾ ആരെയാണ് പിന്തുടരേണ്ടത്, എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടാകുമ്പോഴാണ് നമുക്ക് നമ്മുടെ നേതാവിനോട് ആദരവുണ്ടാവുക, ബഹുമാനമുണ്ടാവുക. ഇതൊക്കെ പഠിപ്പിച്ചു തന്ന ഒരു മഹാനായ മനുഷ്യനെ അറിയാതെ പോവുക എന്നത്, അദ്ദേഹത്തെ സ്നേഹിക്കാതെ പോവുക എന്നത്, അദ്ദേഹത്തെ ആദരിക്കാതെ പോവുക എന്നത് എത്രമാത്രം വലിയ വിശ്വാസപരമായ കൃതജ്ഞതയാണ്, നന്ദികേടാണ് എന്നത് നമ്മൾ ആലോചിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രഖ്യാപനം വരിക. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളുടെ ഈമാൻ തന്നെ ശരിയാവുകയില്ല. ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവുൽദിഹി വന്നാസി അജ്മഈൻ, നിങ്ങൾ മുഴു ലോകത്തെക്കാളും എന്നെ സ്നേഹിക്കണം, അപ്പോഴേ നിങ്ങളുടെ ഈമാൻ തന്നെ ശരിയാവുകയുള്ളൂ എന്നത് നമ്മളുടെ മനസ്സിൽ ഉറപ്പിച്ച് നിർത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ പഠിക്കണം, കൂടുതൽ ഉൾക്കൊള്ളണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദിൽ അമീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് അയ്യുഹൽ ഇഖ്വാൻ ഇത്തഖുല്ലാഹ വകൂനൂ ഇബാദല്ലാഹ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശവും സുന്നത്തുകൾക്ക് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം വഴിപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നിരന്തരമായി പ്രാർത്ഥിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെയും നിങ്ങളെയും. പ്രിയപ്പെട്ടവരെ, നമസ്കാരവുമായി ബന്ധപ്പെട്ടായിരുന്നു നമ്മൾ നിരന്തരമായി ചർച്ച ചെയ്തിരുന്നത് എന്ന് നമുക്കറിയാം. നമ്മളത് പ്രത്യേകമായ 1-2 കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് തൽക്കാലം മാറ്റിവെച്ചതാണ്. എന്തായാലും അത് നമ്മൾ തുടർന്നേ പറ്റും. നമസ്കാരത്തിൻ്റെ പ്രത്യേകതയും നമസ്കാരത്തിൻ്റെ പ്രാധാന്യവും നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയും നമസ്കാരം ഉപേക്ഷിച്ചാലുണ്ടാകുന്ന ദുരിതങ്ങളും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഈ ഒരു ആരാധന, ഇതുൾപ്പെടെയുള്ള ഏത് ആരാധനകൾ സ്വീകരിക്കണമെങ്കിലും ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട് എന്ന് നമുക്കറിയാം. സാങ്കേതികാർത്ഥത്തിൽ ഷർത്തുകൾ എന്നാണ് നമ്മൾ പറയുക. ഷർത്തുകൾ പാലിക്കേണ്ടതുണ്ട്. ഷർത്തുകൾ ആരാധനകൾക്ക് പുറത്തുള്ളവയാണ് എന്നതാണ് സത്യം. ആരാധനകൾക്കുള്ളിലല്ല ഷർത്തുണ്ടാവുക, ആരാധനകൾക്ക് പുറത്താണ്. ഷർത്ത് എന്നതിന് പണ്ഡിതന്മാർ കൊടുക്കുന്ന നിർവചനം, ഷർത്തുണ്ടെങ്കിലേ ആരാധന സ്വീകരിക്കപ്പെടുകയുള്ളൂ. ഷർത്ത് ഇല്ലെങ്കിൽ ആരാധന സ്വീകാര്യമല്ല. എന്നാൽ ഷർത്തുണ്ട് എന്നതുകൊണ്ട് ആരാധന നിർബന്ധവുമാവില്ല. ഇത് മൂന്നുകൂടെ പഠിക്കുമ്പോഴാണ് ഷർത്തിന്റെ പ്രാധാന്യം മനസ്സിലാവുക. എന്ന് പറഞ്ഞാൽ ഉളു നമസ്കാരത്തിന്റെ ഷർത്താണ്. ഉളു ഇല്ലാതെ നമസ്കാരം ശരിയാവുകയില്ല.
എന്നാൽ ഉളു ഉണ്ട് എന്നതുകൊണ്ട് നമസ്കാരം നിർബന്ധവുമാവില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന സംഗതി, നമസ്കാരത്തിന്റെ ഷർത്തുകളിൽ ആദ്യം പറയേണ്ടത് ഉളു തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഉളു അതിന്റെ പൂർണ്ണമായ രൂപത്തിലും ഭാവത്തിലും ഈമാനിലും തഖ്വയിലും അതിന്റെ പൂർണ്ണതയിൽ ശ്രദ്ധയോടുകൂടി നിർവഹിക്കേണ്ടതുണ്ട്. കാരണം വുളു ശരിയായിട്ടില്ലെങ്കിൽ നമസ്കാരമേ ശരിയാവില്ല. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഒരു യുദ്ധയാത്ര നടക്കുന്നു, കുടിവെള്ളം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഉള്ള വെള്ളം കൊണ്ടൊരു നമസ്കാരത്തിന് വെള്ളത്തിൽ കൈവച്ച് ശരീരമാകെ തൊട്ടു നനക്കുന്നു സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അജ്മഈൻ. ആ നിർണായകമായ സാഹചര്യത്തിൽ പോലും ചിലരുടെ മടമ്പുകാലുകളുടെ പിൻഭാഗം നനഞ്ഞിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടെത്തുന്നു. വെള്ളമില്ല, ഉള്ളത് കൈ തടവിയിട്ട് ആ നനവ് കൊണ്ട് തുടയ്ക്കുകയാണ് ശരീരം. അപ്പോൾ പോലും നെരിയാണിയുടെ മടമ്പുകാലിന്റെ പിൻഭാഗത്ത് ചിലരുടേത് നനഞ്ഞിട്ടില്ല, കൈ തട്ടിയിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടെത്തുന്നു. ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാവാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് വൈലുൽ ലിൽ അഖാബി മിനൻ നാർ ഖാലഹാ സലാസൻ. ആ നനവത്താത്ത മടമ്പുകാലോടുകൂടി നമസ്കരിക്കുന്നവന് നരകമാണ് ഫലമെന്ന് അവൻ അറിയട്ടെ. സുബ്ഹാനല്ലാഹ്. വൈലുൽ ലിൽ അഖാബി മിനൻ നാർ, വൈലുൽ ലിൽ അഖാബി മിനൻ നാർ, വൈലുൽ ലിൽ അഖാബി മിനൻ നാർ. ഫനാദാ ബിഅലാ സൗതിഹിന. തനിക്ക് പറയാൻ പറ്റുന്ന അത്രയും ഉച്ചത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. കാരണം എന്താ? ആ മടമ്പുകാലിന്റെ പിൻഭാഗം നനഞ്ഞിട്ടില്ല എങ്കിൽ അവൻ ഉളു ഇല്ല. ഉളു ഇല്ലാതെയാണ് അവൻ നമസ്കരിച്ചത് എന്നതുകൊണ്ട് അവൻ നമസ്കാരവുമില്ല. നമസ്കരിക്കാത്തവൻ ആരായിപ്പോയി? സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, 3-4 ആളുകളുടെ വീട്ടിൽ 750, 800, 1000 മില്ലി 1000 ലിറ്ററിന്റെ ടാങ്കിൽ നിന്ന് ഒരു ടാങ്ക് വെള്ളം ഒരു ദിവസം ഈ 4 ആളും കൂടി ഉപയോഗിച്ചിട്ടും ഒരു ഉളു എടുക്കാൻ 10-20 ലിറ്റർ വെള്ളം ഉപയോഗിച്ചിട്ടും നമ്മളിൽ പലരുടെയും അല്ലെങ്കിൽ നമ്മുടെ മക്കളിൽ പലരുടെയും കൈമുട്ടിന്റെ പിൻഭാഗം നനയുന്നില്ല എന്നത്, നമ്മളിൽ പലരുടെയും തല മുഴുവനും തടവുന്നില്ല എന്നത്, നമ്മളിൽ പലരുടെയും ചെവി തടവൽ ശരിയായിട്ടില്ല എന്നത്, നമ്മൾ പലരും ഇപ്പോൾ കാലുകൾ രണ്ടും കൈകൾ കൊണ്ടല്ല കഴുകുന്നത് തടവുന്നത് എന്നത്, ഷർത്തിന്റെ പ്രത്യേകതയായി പഠിക്കണം. മിൻ അദ്മിഹി അദ്മിൽ അദ്മുൽ ഇബാദ എന്ന ഷർത്തില്ല എങ്കിൽ ഇബാദത്ത് സ്വീകാര്യമല്ല. ഇബാദത്ത് സ്വീകാര്യമല്ല. നമ്മൾ മദ്രസയിൽ പണ്ട് കുട്ടിക്കാലത്ത് ഇതിന് ഷർത്ത് ഫർള് എണ്ണി പഠിച്ചിരുന്നു. പക്ഷെ അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ആ ഗൗരവത്തിൽ നമ്മൾ കാണുന്നുണ്ടോ എന്നത് നമ്മൾ ഒന്ന് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ഒന്ന് നോക്കിയാൽ മതി. നമ്മുടെ എത്ര പേരുടെ കൈമുട്ടിന്റെ പിൻഭാഗം നനയുന്നു എന്ന്. നമ്മൾ പഠിച്ചത് മുട്ടുൾപ്പെടെ കഴുകുക എന്നാണ് താൻ, അല്ലേ? കൈകൾ രണ്ടും മുട്ടുൾപ്പെടെ 3 തവണ കഴുകുക എന്നാണ് നമ്മൾ പഠിച്ചത്. തല മുഴുവനും ഒരു വട്ടം മുഴുവനായി തടവുക എന്നതാണ് നമ്മൾ പഠിച്ചത്. പഴയ കാരണവന്മാർ പഠിച്ചത് വലതുകാൽ ഇടത് കൈ കൊണ്ടും ഇടതുകാൽ വലതുകൊണ്ടും കഴുകുക എന്നായിരുന്നു, അല്ലയോ? പക്ഷെ ഇന്ന് സൗകര്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് എല്ലാ മേഖലയിലും അലസത വന്നതുപോലെ ഒരു ടാപ്പ് തുറന്നു വെക്കുന്നു, എന്നിട്ട് അതിന്റെ ചുവട്ടിലേക്ക് കാല് വെച്ചിട്ട് രണ്ടിങ്ങനെ ഇളക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കൊന്ന് കുനിയാൻ ഒഴിവില്ല. കുനിയാൻ വേണ്ടിയിട്ട് നമ്മൾ കാല് വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടാപ്പിന്റെ ചുവട്ടിൽ പ്രത്യേകം ഒരു സ്റ്റീലിന്റെ ബാർ തന്നെ വെച്ചിട്ടുണ്ട്. എന്തിനാണ്? ഒരു കർമ്മശാസ്ത്ര നിലപാടിന്റെ പ്രഖ്യാപന ഉപയോഗ അതിനുള്ള പൂർണ്ണ തോതിലുള്ള നടപ്പിന് വേണ്ടിയുള്ള സാഹചര്യം ഒരുക്കുകയാണ്. എന്നിട്ടും അതിൽ കാലുവെച്ച് കാലൊന്ന് കഴുകുന്ന ആളുകൾ തുലോം വിരളമാണ്. പ്രിയപ്പെട്ടവരെ,
കർമ്മശാസ്ത്ര മേഖലയിൽ ആ വിഷയം പറയുമ്പോൾ കാണുന്ന ഒരു നിലപാട്, വെള്ളം കാലിലേക്ക് മറ്റൊരാൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മടമ്പ് മുതൽ താഴേക്കും, അല്ല സ്വയം കാല് കഴുകുകയാണെങ്കിൽ വിരലുകളിൽ നിന്ന് മടമ്പിലേക്കും കഴുകണം എന്നുവരെ കർമ്മശാസ്ത്ര പുസ്തകങ്ങളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാൽവിരലുകൾക്കുള്ളിൽ സ്വന്തം കൈവിരലുകൾ കടത്തി കഴുകണം. പഠിച്ചില്ലിരുന്നോ? ഖലിലു ബൈനൽ അസാബിയെ പഠിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമസ്കാരം എന്ന മഹത്തായ ഒരു ഇബാദത്തിന്റെ ഫളൽ, അതിന്റെ ശ്രേഷ്ഠത, നമ്മളത് മരിക്കുന്നത് വരെ പഠിച്ചാലും പിന്നീട് ബാക്കിയുണ്ടാവുന്നുള്ള ഒരു ചിന്തയെങ്കിലും നമുക്കുണ്ടാവണം. അതുകൊണ്ട് ഇത് പൂർണ്ണാർത്ഥത്തിൽ ആഴത്തിൽ പഠിക്കണം. ഓരോ കാര്യങ്ങളും പഠിക്കുമ്പോൾ അടുത്ത നിമിഷം മുതൽ അത് നടപ്പിൽ വരുത്തി ശീലിക്കുകയും വേണം. അതല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അത് നഷ്ടപ്പെടും. ആ ഒരു ജാഗ്രത പോയാൽ ഇബാദത്ത് തന്നെ സ്വീകാര്യമല്ലാതെ വരും എന്നതിൽ കർമ്മശാസ്ത്രകാരന്മാർക്ക് ഒരാൾക്കും എതിരഭിപ്രായമില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യത്തെ സത്യമായി മനസ്സിലാകുന്ന സത്യത്തെ പൂർണ്ണാർത്ഥത്തിൽ ജീവിതത്തിൽ വിനയത്തോടെ ആദരവോടുകൂടി നടപ്പിലാക്കാനുള്ള തൗഫീഖ്, ഈമാന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആഴത്തിൽ പഠിക്കാൻ, വിശദമായി പഠിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഈമാൻ കൊണ്ടും പിന്തുടർച്ച കൊണ്ടും അനുസരണം കൊണ്ടും കൂടുതൽ അടുത്തു നിൽക്കാൻ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം പരമാവധി പരിശ്രമിച്ച് വിജയം നേടുന്നവരിൽ റഹ്മാനായ റബ്ബ് നമ്മുടെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ സമുദായത്തെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആഴത്തിൽ അങ്ങേയറ്റം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച സ്വഹാബത്തിനെ അതേ നാണയത്തിൽ അതേ രീതിയിൽ അവർക്ക് പിന്തുണച്ചക്കാരായി മാറുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വാചാടോപങ്ങളല്ലാതെ, പ്രകടനങ്ങളല്ലാതെ, വർഷത്തിൽ 1 or 2 മാസമോ ദിവസമോ അല്ലാതെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ഊണിലും ഉറക്കത്തിലും ഇരിപ്പിലും നടപ്പിലും ഉൾപ്പെടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ പിന്തുടർന്നുകൊണ്ട് നബിയുടെ ഇഷ്ട അനുയായികളായി മാറാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ചെറുതും വലുതുമായ നമ്മുടെ രോഗങ്ങൾ നാഥൻ ശിഫയാക്കി തരുമാറാവട്ടെ. നമ്മുടെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അല്ലാഹുവേ ഞങ്ങൾക്ക് ശിഫയാക്കി തരണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസികൾക്ക് റഹ്മത്തും മഗ്ഫിറത്തും നൽകണമേ റഹ്മാനെ. ഞങ്ങളെ നീ ആരോഗ്യത്തോടെ ഈമാനോടെ ദീർഘായുസ്സോടെ മുത്തഖികളായി മുവഹ്ഹിദുകളായി ജീവിപ്പിക്കുകയും മുത്തഖികളായി മരിപ്പിക്കുകയും ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ ആതിന ഫിദ് ദുനിയ ഹസനതൻ وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. توفنا مسلمين وألحقنا بالصالحين. وصلى الله وسلم على محمد.